Hi students, welcome back to SS Online class. In previous class, we have already discussed about the second chapter in our civics, diversity and discrimination. In last class, we discussed the experience of Dr. B.R. Ambedkar, and today we will discuss the continuation of the Ambedkar experience. Are you ready for the class? Okay, let's start our class. Let's start our class. Previous class we are already discussed a short story of Dr. B.R. Ambedkar. It is her experience of caste-based discrimination. Do you remember that? നമ്മൾ ഓൾറെഡി ഒരു ഡോക്ടർ ബി ആർ അംബേദ്കറിനെ അദ്ദേഹം ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടുള്ള. ദെൻ അതിൻ്റെ ബാക്കി പാട്ടാണ് മാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Despite the children offering money, the cartman refused them. Why? അവർ ഡോക്ടർ ബി ആർ അംബേദ്കറും അദ്ദേഹത്തിൻ്റെ ബ്രദറും കസിൻസൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നല്ലോ. അവർ ആ കാട്ട്മാൻക്ക് കാളവണ്ടിയിലെ ആൾക്ക് ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവരത് എതിർത്തത് എന്തുകൊണ്ടാണ്? അവർ മഹർ എന്നുള്ള വിഭാഗമാണ്. അവരെന്താ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ നേരിടുന്ന പീപ്പിൾ ആയതുകൊണ്ടാണ് അവരെ മണി ഓഫർ ചെയ്തിട്ടും കൂടെ അവർ കയറ്റാതിരുന്നത്. ഇമാജിൻ ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് വുഡ് ബി ഇഫ് പീപ്പിൾ കുഡ് നോട്ട് മൂവ് ഈസിലി ഫ്രം വൺ പ്ലേസ് ടു ദ അതർ. എന്നാണ് ആളുകൾക്ക് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എളുപ്പത്തിൽ പോവാൻ കഴിയുന്നില്ലെങ്കിൽ. How insulting and hurtful it is to have people move away, refuse to touch you or allow you to drink water from the same source as they do. അതുപോലെ തന്നെ ആളുകൾ ആളുകളെ കാണുമ്പോൾ മാറിപ്പോവുക, അതുപോലെ അവരെ തൊടാൻ സമ്മതിക്കാതിരിക്കുക, അതുപോലെ ഒരേ കിണറിൽ നിന്ന്, അതായത് ഒരേ ഉറവിടത്തിൽ നിന്ന് വെള്ളം കുടിക്കാതിരിക്കുക. അതൊക്കെ ചെയ്യുന്നത് എത്രത്തോളം അപമാനമുള്ള കാര്യമാണെന്നുള്ളതൊന്ന് സങ്കല്പിക്കുക. കാരണം പറഞ്ഞിട്ടുള്ളത് ഹൗ ടു ഇൻസൾട്ടിങ് ആൻഡ് ഹേർട്ട്ഫുൾ ഇറ്റ് ഈസ് ടു ഹാവ് പീപ്പിൾ മൂവ് അവേ, refuse to touch you or allow you to drink water from the same source as they do. ആളുകൾ മാറിപ്പോവുക. കാരണം ഒരേ റൂട്ടിലൂടെ നടന്ന് വാക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനത്തെ ആളുകളെ കാണുമ്പോൾ ആളുകൾ മാറിപ്പോവുക, അതുപോലെ തൊടാൻ സമ്മതിക്കാതിരിക്കുക. അതുപോലെ എല്ലാവരും ഒരേ കിണറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഉറവിടത്തിൽ നിന്ന് വെള്ളം യൂസ് ചെയ്യുക. അതൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ എന്ന് പറഞ്ഞത് തികച്ചും അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. This small incident shows how a simple task of going from one place to another in a cart was not available to the children, even though they could pay the money. ഈവൻ ദോ ദേ കുഡ് പേ ദ മണി. ഈ ഒരു ചെറിയ സംഭവം ഒരു കാളവണ്ടിയിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോവാന്നുള്ളത് ഈ കുട്ടികൾക്ക് ലഭ്യമാവാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പണം നൽകാമെന്ന് എങ്കിലും അവർ പണം നൽകാമെന്നൊക്കെ പറഞ്ഞിട്ടും അവർ അത് അനുവദിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. All the cartmen at the station refused to take the children. They acted in a discriminatory manner. ഇപ്പം കുട്ടികൾ ക്യാഷ് കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടും അവർ ആ കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്? ഒരു വിവേചനം കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസ്ക്രിമിനേറ്ററി മാനറിലാണ് ആ കുട്ടികളോട് ആ കാട്ട്മാൻ പെരുമാറിയിട്ടുള്ളത്. So clearly, as this story shows us, caste-based discrimination is not only undertaking certain economic activities, but it also denies them
ദ റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി ഗിവൺ ടു അതേഴ്സ്. എന്താ ഈ സ്റ്റോറി വ്യക്തമാക്കുന്നത് പോലെ എന്താ ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനം ഈ ദളിതർക്കൊക്കെ എന്താ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തടയുക മാത്രമല്ല അവരെ ചെയ്യുന്നത്, എന്താ മറ്റുള്ളവർക്ക് നൽകുന്ന ബഹുമാനം അന്തസ്സ് അതൊക്കെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്താ എല്ലാ പീപ്പിളും ഒരേ വ്യൂവിലാണ്, എല്ലാവരും ഒരേപോലെയാണ് എന്നുള്ള നമ്മൾ പറയില്ലേ, എപ്പോഴും നമ്മൾ പ്ലെഡ്ജിൽ പറയില്ലേ ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അങ്ങനെ ഒരു കൺസെപ്റ്റിൽ കാണാതെ ഓരോന്ന് വ്യത്യസ്തമായി കാണുന്നത് കൊണ്ടാണല്ലോ ഈ ദളിതരെ എന്താണ് ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേറ്ററി മാനറിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ദളിതരെ ഇങ്ങനെ ഡിസ്ക്രിമിനേറ്ററി മാനറിൽ കാണുമ്പോൾ എന്താ അവർക്ക് സാമ്പത്തികമായിട്ട് എക്കണോമിക്കായിട്ട് മാത്രമല്ല അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ദെൻ എന്തൊക്കെയുണ്ട്, മറ്റുള്ളവർ നൽകുന്ന റെസ്പെക്റ്റ്, അതുപോലെ ആൻഡ് ഡിഗ്നിറ്റി, അവർക്ക് നൽകുന്ന അന്തസ്സ് അതൊക്കെ എന്താ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഡിസ്കസ്. In addition to the lower caste being discriminated against, there are also various other communities that are subjected to discrimination. Can you think of a few other examples of discrimination? Discuss the ways in which person with special needs might ബി സബ്ജക്റ്റ് ടു ഡിസ്ക്രിമിനേഷൻ. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞെന്താ ദളിതായിട്ടുള്ള കാസ്റ്റ് ബേസ്ഡിലുള്ള ഡിസ്ക്രിമിനേഷൻ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്നാണ് വുമൺസിനെതിരെ അല്ലേ, വുമണിനെതിരെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ട്രൈബൽസിനൊക്കെ എന്താ ശരിക്കും അവരൊക്കെ എന്താണ് പറയുക, ഇങ്ങനെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസാണ്. അവർക്കൊക്കെ ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് സ്ട്രൈവിങ് ഫോർ ഈക്വാലിറ്റി. എന്താണ്? സമത്വത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. The struggle for freedom from British rule also included within the struggle of large groups of people who not only fought against the British but also fought to be treated more equally. എന്താ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക എന്ന് മാത്രമല്ലേന്നു ലക്ഷ്യം. പിന്നെന്താ കൂടുതൽ തുല്യമായി പരിഗണിക്കപ്പെടാൻ പോവുകയും ചെയ്ത ഒരു കൂട്ടം പോരാളികളെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്, നമ്മളെ ഫ്രീഡം ഫൈറ്റേഴ്സിനൊക്കെ നമ്മൾ പറയുമല്ലോ, ഇൻഡിപെൻഡൻസ് വാർ, ഫ്രീഡം ഫൈറ്റേഴ്സ്, അവരൊക്കെ എന്താണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തരാൻ എന്ന് മാത്രമായിരുന്നില്ല, അതും കൂടെ എന്താ അതേപോലെ തന്നെ തുല്യമായി പരിഗണിക്കുന്നത് ഒന്നും കൂടെ ഉണ്ട്. എന്താ എല്ലാ പീപ്പിളിനെയും എല്ലാ ആളുകളെയും തുല്യമായി പരിഗണിക്കപ്പെടാനും കൂടെ വേണ്ടിയിട്ട് ആണ് ഒരു കൂട്ടം ആളുകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഫ്രീഡം ഫൈറ്റേഴ്സ്, സോഷ്യൽ റിഫോമേഴ്സൊക്കെ എന്താണ് നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് അനാചാരങ്ങളുണ്ടല്ലോ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുള്ള, അതായത് നമ്മളെ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ, അതുപോലെ വുമൺ എഡ്യൂക്കേഷൻ, ദളിത്, അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ട്രൈബൽസിൻ്റെ അങ്ങനെ ഫുള്ളായിട്ട് ഏതൊക്കെ ഡിസ്ക്രിമിനേഷൻസ് ആണോ അതൊക്കെ ഇല്ലാതെ ഈ ആളുകളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് ചെയ്തിട്ടുള്ളതും എന്തിലാണ്? ഫ്രീഡം, നമ്മൾ സ്ട്രഗിൾ ഫോർ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിലാണ്. Dalit women, tribals and peasants fought against the inequality they experienced in their lives. എന്താ ദളിത് സ്ത്രീകൾ, അതുപോലെ ട്രൈബൽസ്, കർഷകർ, അവരൊക്കെ അന്നത്തെ സമൂഹത്തിൽ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. വുമൺ ട്രൈബൽസ് ആൻഡ് പീസൻസ് ഫോട്ട് അഗൈൻസ്റ്റ് ദ ഇനീക്വാളിറ്റീസ് ദ എക്സ്പീരിയൻസ്ഡ് ഇൻ ദർ ലൈഫ്. അവരൊക്കെ അവരുടെ ഇനീക്വാലിറ്റീസ്, അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പോരാടിയിട്ടുണ്ട്. അപ്പോൾ സ്ട്രഗിൾ ഫോർ ഫ്രീഡത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആളുകളാണ് ദളിത്, വുമൺ, ട്രൈബൽസ്,
ആൻഡ് പീസൻസ് ഒക്കെ അവരൊക്കെ ഒരുപാട് എന്തിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു? ഫോട്ട് അഗെയിൻസ്റ്റ് ദ ഇനീക്വാലിറ്റീസ് ദ എക്സ്പീരിയൻസ്ഡ് ഇൻ ദർ lives. As pointed out earlier, many Dalits organized themselves to gain entry into temples. എന്താ നേരത്തെ നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചല്ലോ, ദളിതർക്ക് എന്താ ടെമ്പിൾസിൽ കയറാൻ സാധിക്കൂല. അതുപോലെ ഹയർ കാസ്റ്റിലുള്ള ബ്രാഹ്മൺസ് അതുപോലത്തെ ആളുകൾ പോകുമ്പോൾ എന്താ അവർ യാത്ര ചെയ്യുന്ന റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് ദളിറ്റ്സ് ഫേസ് ചെയ്തു നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് പറയാണ്, ആസ് എ പോയിന്റ് ഓഫ് ഔട്ട് ഏർലിയർ മെനി ദളിറ്റ്സ് ഓർഗനൈസ്ഡ് ദംസെൽഫ് ടു ഗെയിൻ എൻട്രി ഇൻ ടു ടെമ്പിൾസ്. അപ്പോൾ എന്താ ഈ ദളിതരെന്താ ടെമ്പിൾസിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സ്വയം സംഘടിക്കുക. എന്ത് അവർ ദളിതാണ്, അതുകൊണ്ട് എവിടെ എൻട്രി ഇല്ല, ടെമ്പിൾസിൽ എൻട്രി ഇല്ല എന്നുള്ളത് ഒഴിവാക്കിയിട്ട് അവർക്കും ടെമ്പിൾസിൽ എത്താൻ കഴിയും. അവർക്കും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കസ്റ്റംസൊക്കെ ഫോളോ ചെയ്ത് പോകാനും വേണ്ടിയിട്ട് എല്ലാ ദളിതരും കൂടി എന്ത് ചെയ്തു, ഒരു കൂട്ടായിട്ട് അവർ ഒന്നിച്ചു. Then women demanded that they should have as much a right to education as men did. സ്ത്രീകൾ എന്താ വേണമെന്ന് ആവശ്യപ്പെട്ടുള്ളത്? സ്ത്രീകൾ ആവശ്യപ്പെട്ടുള്ളത് അവർക്കും പുരുഷന്മാർക്ക് ലഭിക്കുന്നത് പോലെ തന്നെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ അവർക്കും ലഭിക്കണം എന്നായിരുന്നു വുമൺ പറഞ്ഞിട്ടുള്ളത്. ദെൻ peasants and tribal fought to release themselves from the grasp of the peasants and tribals fought to release themselves from the grasp of the money lenders and the high interest they were charged. ഇപ്പോൾ എന്താണ്, ഓൾറെഡി വുമണും അതുപോലെ തന്നെ ദളിറ്റ്സൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെയാണ് പീസൻസും ട്രൈബൽസും അവരെന്തിനു വേണ്ടിയിട്ടാണ് പണമിടപാടുകാരൻ്റെ പിടിയിൽ അവരെന്താ ഈ പലിശക്ക് കടം കൊടുക്കൂലേ, അതിൽ നിന്നും അവർ എന്താ പറയുക രക്ഷപ്പെടാനും അവർ നല്ല ഇൻട്രസ്റ്റ് കൊടുക്കുക, ഹൈ ഇൻട്രസ്റ്റ് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് അവർ പോരാടിയിട്ടുള്ളത്. അപ്പോൾ കർഷകരും ട്രൈബൽസും പണമിടപാടുകാരൻ്റെ പിടിയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും അതേപോലെ ഇൻട്രസ്റ്റിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോരാടി. When India became a nation in 1947, our leaders too were concerned about the different kinds of inequalities that existed. എന്താ 1947 ഇന്ത്യ എന്തായി? ഇന്ത്യ ബിക്കം എ ഇൻഡിപെൻഡൻറ്റ് കൺട്രി, ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറി അല്ലേ? അപ്പോൾ 1947 ഇന്ത്യ ഒരു രാഷ്ട്രമായി മാറിയപ്പോൾ നമ്മളെ നേതാക്കൾക്കൊക്കെ എന്താ വിവിധ തരം അസമത്വങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് ആശങ്ക ഉണ്ടായിരുന്നു. കാരണം എന്താ, ഇന്ത്യ ഈസ് എ ഡൈവേഴ്സിറ്റി നാഷൻ അല്ലേ? ഒരുപാട് ഡൈവേഴ്സിറ്റി, ഒരുപാട് ചേഞ്ചസും വ്യത്യാസങ്ങളൊക്കെ ഉള്ള ഒരു നാഷനാണ് ഇന്ത്യ. അപ്പോൾ ഇവിടെ ഒരുപാട് തരത്തിലുള്ള പീപ്പിൾ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഓരോ രീതിയിലുള്ള ഇനീക്വാലിറ്റീസ് ഫേസ് ചെയ്യേണ്ടി വരും എന്നതിനെ കുറിച്ചിട്ട് എന്താ പറയുക, ലീഡേഴ്സൊക്കെ ഒരുപാട് ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഈ ഇനീക്വാലിറ്റീസൊക്കെ ഏതൊക്കെ തരത്തിലാണ് ആളുകളിലേക്ക് എത്തുക, അവരെങ്ങനെ ആയിരിക്കും അത് കാണുക എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും അതൊരു ആശങ്ക ഉണ്ടായിരുന്ന ഒന്നായിരുന്നു. Those who wrote the Constitution of India, a document that laid out the rules by which the nation would function. എന്താ നമ്മളെ രാഷ്ട്രത്തിൻ്റെ ഈ നിയമങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ഭരണഘടനയിലെ കോൺസ്റ്റിറ്റ്യൂഷന്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എഴുതി തയ്യാറാക്കിയവരെന്താ ഓൾറെഡി അതിലൊക്കെ ബോധവാന്മാരായി അതൊക്കെ കൂട്ടി അതെങ്ങനെ ആയിരിക്കണം എന്ന രീതിയിലുള്ള എല്ലാം കണ്ടെത്തിയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഹു ഈസ് ദ ഫാദർ ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? യെസ്, ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ വാസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അദ്ദേഹം എന്ത് ചെയ്തു, ഒരുപാട് സ്ട്രഗിള് ഫേസ് ചെയ്തുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാ തരത്തിലുള്ള ഈക്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലോയും എല്ലാം ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയത്. കാരണം എല്ലാ പീപ്പിളിനും ഒരേപോലെ
ചെയ്യാൻ പറ്റുന്നതും എല്ലാവർക്കും ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നതും തരത്തിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. A document that laid out the rules by which the nation would function. We are aware of the ways in which discrimination had been practiced in our society and how people had struggled against this. എന്താ അവകാശങ്ങൾ വിവേചിച്ചറിയാനുള്ള അവകാശം. കാരണം ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് തിരിച്ചറിയാനും അതുപോലെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും വേണ്ടിയിട്ടുള്ള അവകാശം ഓരോ പീപ്പിളിനും നൽകിയിരുന്നു. കാരണം ഇപ്പോൾ നമുക്ക് ഒരാൾക്കുള്ള എന്ത് റൈറ്റാണോ അതിപ്പോൾ എഡ്യൂക്കേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എല്ലാ പീപ്പിളിനും അതുപോലെ എല്ലാ ചിൽഡ്രനും ഒരേപോലെ ഉള്ള ഒരു റൈറ്റാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അത് അവകാശങ്ങൾ എന്തൊക്കെ ഓരോരുത്തർക്ക് ഉണ്ടെന്ന് അറിയാനുള്ളൊരു അവകാശവും കൂടെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിരുന്നു. Many leaders of this struggle, such as Dr. Ambedkar, had also fought for the rights of the Dalit. എന്താ ദളിതരുടെ അവകാശങ്ങൾക്കായിട്ട് ആളുകൾക്കെതിരെ കൂടെ പോരാടിയിട്ടുള്ളൊരു പ്രധാനിയായിട്ടുള്ള ആളായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ലുക്ക് ദിസ് പിക്ചർ. വുമൺ അറ്റ് എ റാലി ഡിമാൻഡിങ് ദ റൈറ്റ്സ്. അതെന്താണ്? സ്ത്രീകൾ ഒരു റാലി നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഡിമാൻഡിങ് ദ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ ഒരു റാലി നടത്തുന്നതാണ് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. But today we are discussing about a small topic in the second chapter in our civics. First we will discuss the story ഓഫ് ഡോക്ടർ BR അംബേദ്കർ. ആ സ്റ്റോറിയിൽ എന്തൊക്കെ പറഞ്ഞു, അതിൽ ഡോക്ടർ BR അംബേദ്കർ ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് കസിൻസ് എന്തൊക്കെ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ആണ് ഫേസ് ചെയ്തിട്ടുള്ളത് എന്നതിനാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദെൻ നമ്മൾ സ്ട്രൈവിങ് ഫോർ ഈക്വാലിറ്റി. അപ്പോൾ എന്താണ് സമത്വത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഫ്രീഡം ഫൈറ്റേഴ്സൊക്കെ എന്താ ബ്രിട്ടീഷ് റൂളിൽ നിന്നുള്ള മോചനത്തോടു കൂടി തന്നെ നമുക്ക് ഈ ഇനീക്വാളിറ്റീസിൽ നിന്നൊക്കെയുള്ള ഒരു മോചനത്തിന് വേണ്ടിയിട്ടും സ്ട്രഗിൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ദളിറ്റ്സ്, വുമൺ, ട്രൈബൽസ് ആൻഡ് പീസൻസ് ഫോട്ട് അഗെയിൻസ്റ്റ് ദ ഇനീക്വാലിറ്റീസ് ദ എക്സ്പീരിയൻസ്ഡ് ഇൻ ദർ ലീവ്സ്. അവരൊക്കെ എന്താ ദളിറ്റ്സും അതുപോലെ വുമൺ, ട്രൈബൽസൊക്കെ അവർ ഫേസ് ചെയ്തിരുന്ന ഇനീക്വാലിറ്റീസിൽ നിന്നൊക്കെ ഉള്ളൊരു മോചനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പോരാടി. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത് 1947 ഇന്ത്യ ബിക്കം എ നാഷൻ. ഇന്ത്യ ഒരു രാഷ്ട്രമായി മാറിയ സമയത്ത് എന്താ ലീഡേഴ്സ് ടു വർക്ക് കൺസേൺഡ് അബൌട്ട് ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇനീക്വാലിറ്റീസ് ദാറ്റ് എക്സൈറ്റഡ്. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് തരത്തിലുള്ള അസമത്വങ്ങളുണ്ട് എന്നതിനെ കുറിച്ചിട്ട് ലീഡേഴ്സൊക്കെ ഒരുപാട് ആശങ്ക ഉണ്ടായിരുന്നു. ദെൻ എന്ത് ചെയ്തു? ദോസ് ഹു റോട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, എ ഡോക്യുമെൻറ്റ് ദാറ്റ് ലേഡ് ഔട്ട് ദ റൂൾസ് ബൈ വിച്ച് എ നാഷൻ വുഡ് ഫങ്ഷൻ. എങ്കിലും അവർ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ വ്യക്തമാക്കുന്ന ഇന്ത്യൻ ഭരണഘടന എഴുതിയപ്പോൾ അതിനുള്ള വഴികളെക്കുറിച്ചിട്ടൊക്കെ ബോധവാന്മാരായിട്ട് എല്ലാ തരത്തിലുള്ള പീപ്പിളിനും ഒരേപോലെ തുല്യമായിട്ടുള്ള റൈറ്റ്സ് കൊടുത്തുകൊണ്ടുള്ള ഈക്വാലിറ്റി ലെവലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. ദെൻ many leaders of the struggle such as Dr. Ambedkar had also fought for the rights of the Dalits. ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലീഡേഴ്സൊക്കെ നമുക്ക് ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ പോരാടിയിട്ടുണ്ട്. ഇതിൽ പോരാടിയിട്ടുള്ള ഒരു ആളാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം പോരാടിയിട്ടുള്ളത് ആർക്ക് വേണ്ടിയിട്ടാണ്? അദ്ദേഹം ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോരാടിയിട്ടുള്ളത്. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ് അവർ ക്ലാസ്? ഓക്കെ, ബൈ.